ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നോളജ് ബൂസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന വേൾഡ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ കുറേ ആദ്യം PSC ക്ലാസ്സുകളായിരുന്നു ഈ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം നടക്കുന്നുണ്ട്, ഇപ്പം നടക്കാൻ പോകുന്നുണ്ട്. ജൂലൈ 2-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുള്ള കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ക്ലാസ്സുകളാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നേരത്തെ ഉള്ളൊരു ക്ലാസ്സിൻ്റെ വീഡിയോസ് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്കറിയാം, കോപ്പറേറ്റീവ് ബാങ്കിൽ മെയിനായിട്ട് വരുന്നത് 80 മാർക്കോളം നമ്മുടെ സബ്ജക്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 160 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 80 മാർക്കോളം നമുക്ക് അതിലാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി 20 മാർക്കാണ് അതർ ഏരിയാസിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ 80 മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു സെലക്ഷൻ ഒരു ബാങ്കിൽ കിട്ടുള്ളൂ. 60 മാർക്ക് എബോവ് ആയിരിക്കും എപ്പോഴും കട്ട് ഓഫ് മാർക്ക്. നെഗറ്റീവ് ഇല്ലെങ്കിൽ പോലും 160 ക്വസ്റ്റ്യൻസ് ഇത്ര ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് ചെയ്യണം എന്നുള്ളത് വളരെ ഒരു ഡിഫിക്കൽട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം തന്നെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാങ്കിങ് ആണ് മെയിനായിട്ട് വരുന്നത്. ബാങ്കിങ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, അങ്ങനെ കുറേ സബ്ജക്ട്സ്, അതിൽ കുറേ ടോപ്പിക്സുകളുണ്ട്. ലോ ഉണ്ട്, പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, പല കൺട്രീസിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ റീസണിങ്, ഇംഗ്ലീഷ്, അതൊക്കെ വരും. ജനറൽ നോളജ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളത് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിൽ വൈഡ് ഏരിയാസ് ഓഫ് ഇതാണ് ബാങ്കിങ്. കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ നമ്മളെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. കാരണം വൈഡ് ഏരിയ ആകുമ്പോൾ നമുക്കെല്ലാം പഠിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പം മെയിനായിട്ട് അതിൽ ചെക്സ് വരുന്നുണ്ട്, ടൈപ്സ് ഓഫ് ചെക്സ് വരുന്നുണ്ട്. നമുക്ക് അതുകൂടാതെ കസ്റ്റമർ ബാങ്കർ റിലേഷൻഷിപ്സ് വരുന്നുണ്ട്. അത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു മോഡേൺ വേൾഡിൽ ബാങ്കറും കസ്റ്റമറും തമ്മിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് വേണം. എന്നാൽ കസ്റ്റമർ റിഗാർഡഡ് ആസ് എ കിങ് എന്നാണ് പറയുന്നത് ശരിക്കും. പിന്നെ ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് നമുക്കറിയാം. കറൻറ്റ്, സേവിങ്സ്, റിക്കറിങ്, അങ്ങനെ പല ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, പല ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉള്ള ഡെപ്പോസിറ്റ്സ് നമുക്ക് അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഉണ്ട്, നമുക്കറിയാം. പലതരത്തിലുള്ള കൊമേഴ്സ്യൽ ബാങ്ക്സ്, SBIയുടെ കുറേ ഉണ്ട്. SBIയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. SBIയുടെ ഫങ്ഷൻസ്, പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ പരിധിയിൽ വരുന്ന ബാങ്ക്സ്, കൊമേഴ്സ്യൽ ബാങ്ക്സ്, ഇമ്പീരിയൽ ബാങ്ക്സ്, പിന്നെ ബാങ്കിങ് നാഷണലൈസേഷൻ, ഇതൊക്കെ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളത് പഠിക്കണം. പിന്നെയെന്ന് വെച്ചാൽ ബാങ്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻ്റ് ഉണ്ട്. പലതരത്തിലുള്ള എൻഡോഴ്സ്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്, ഫുൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ അത് ഇപ്പോൾ ചിലപ്പോൾ എക്സാമ്പിളായിരിക്കും ചോദിച്ചിട്ട് ഇത് ഏതാണെന്ന് വെച്ചാൽ നമ്മളതൊക്കെ അറിഞ്ഞിരിക്കണം. നോട്ട് ഫോർമാറ്റിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതൊക്കെ ഞാൻ വരുന്ന ക്ലാസ്സുകളിലെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തു. പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ്, ഇപ്പോൾ പലതരത്തിലുള്ള NEFT, നെഫ്റ്റ്, ATMൻ്റെ പല ഫോർമാറ്റ്, അങ്ങനെ പല വൈഡ് വെറൈറ്റീസ് ഓഫ് ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നമുക്കറിയാം, നമുക്ക് ബാങ്കിൽ ട്രാൻസാക്ഷൻ നടത്താൻ വളരെ ചെറിയ സമയത്ത് തന്നെ മറ്റുള്ളവരുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് നെഫ്റ്റ് വഴി ബാങ്കിൽ ട്രാൻസാക്ഷൻ പെട്ടെന്ന് നടത്താൻ പറ്റും. അങ്ങനത്തെ കുറേ ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതിനെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ ആയിട്ട് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ. പിന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം, കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. വന്ന വർഷം, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ പരിധിയിൽ വരുന്ന ബാങ്ക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ബാങ്കിങ് നോക്കുമ്പോൾ മെയിനായിട്ട് ഇതിൽ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ചൊക്കെ നല്ല കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. SBIയും പിന്നെ പല ടൈപ്പ് ഓഫ് ബാങ്ക്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ഉണ്ട്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ബാങ്കിങ് ആണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ. പിന്നെ അതുകൂടാതെ ലോ ഉണ്ട്. ലോയിൽ പല സെക്ഷൻസും ഷെഡ്യൂൾസും ഒക്കെ ഉണ്ട്, റൂൾസൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കെല്ലാം പഠിക്കാൻ പറ്റില്ല. കാരണം കുറേ കാര്യങ്ങളുണ്ട്, പഠിച്ചാൽ തന്നെ നമ്മളുടെ അത് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസും റൂൾസൊക്കെ ഞാനത് വരുന്ന ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ ഞാൻ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് ഉണ്ട്. അക്കൗണ്ടിങ് നമുക്കറിയാമല്ലോ, കുറേ ട്രാൻസാക്ഷൻ, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഡ്വൽ ആസ്പെക്ട്സ്, പ്രിൻസിപ്പിൾസ്, കൺവെൻഷൻസ്,
ഒക്കെ ഉണ്ട് അക്കൗണ്ടിങ്ങിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വേറെ ഉള്ളൊരു കാര്യമാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. പല കൺട്രീസിൽ പല തരത്തിലുള്ള മൂവ്മെൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ചൈന, ഡെൻമാർക്ക്, ഫ്രാൻസ്, അവിടെയൊക്കെ പല പല കോപ്പറേറ്റീവ് സ്റ്റോഴ്സായിട്ട് ചിലയിടത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ലീഡ് ചെയ്ത ആൾക്കാരുടെ പേര്, അവരുടെ പ്രവർത്തനം, അതൊക്കെ നമ്മൾ മെയിനായിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പം ഞാൻ കഴിഞ്ഞൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ബാങ്കിങ്ങിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഷോർട്ട് നോട്ട്സ് ആയിട്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യണം. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഇയർഫോൺ വെച്ച് കേൾക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നേരത്തെയുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇത് ചെറിയൊരു ക്ലാസ് ആയിരുന്നു. കുറച്ച് വൈഡായിട്ടുള്ള ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.